26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കേരളത്തിൽ മഴയുടെ മാസമെന്നറിയപ്പെടുന്ന കർക്കിടകം ആരംഭിച്ചു. ഈ മാസത്തിൽ പൊതുവെ ദിവസങ്ങളോളം നീളുന്ന മഴയും തണുപ്പുമാണ് ഇതുവരെ അനുഭവപ്പെട്ടത്. എന്നാൽ ഇത്തവണ കർക്കിടകത്തിന്റെ തുടക്കത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴയ്ക്ക് പകരം ചൂടാണ് അനുഭവപ്പെടുന്നത്. പറഞ്ഞു കർക്കിടകമെത്തി. മഴയുടെ മാസമെന്നാണ് പൊതുവെ കർക്കിടകം അറിയുന്നത്. കാലാവസ്ഥയുടെ സ്വഭാവം പതിവിൽ നിന്ന് വ്യത്യസ്തമാകുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. അതിനാൽ ആശങ്ക തന്നെയാണ് ഇരട്ടിക്കുന്നത്. സാധാരണ ഈ മാസത്തിൽ ദിവസങ്ങളോളം പെയ്യുന്ന മഴയും തണുപ്പുമായിരിക്കും അനുഭവപ്പെടുന്നത്. എന്നാൽ ഇത്തവണ കേരളത്തിൽ പല ഭാഗങ്ങളിലും മഴയ്ക്ക് പകരം ചൂടാണ് അനുഭവപ്പെടുന്നത്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം മഴയ്ക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. എന്നിരുന്നാലും നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യത കുറവാണ്. പകരം ഒറ്റപ്പെട്ട ശക്തമായ മഴ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളത്തിൽ മേഘാവൃതമായ അന്തരീക്ഷമുണ്ടായിരുന്നുവെങ്കിലും മഴയുടെ അളവ് വളരെ കുറവാണ്. പല ജില്ലകളിലും പകൽ സമയത്ത് ഉയർന്ന ഈർപ്പവും അനുഭവപ്പെട്ടു. പോരാത്തതിന് പൊള്ളുന്ന ചൂടും. മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ദീർഘനേരം തുടരുന്ന മഴയ്ക്ക് പകരം ചെറിയ സമയത്തേക്ക് ശക്തമായ മഴ ലഭിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അതിനാൽ മഴക്കാലത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അതിനിടയിൽ IMD ആശ്വാസകരമായി പറയുന്നുണ്ട്. സാധാരണയായി ഇത്തരം ന്യൂനമർദ്ദങ്ങൾ കേരളത്തിലെ മഴയെ സ്വാധീനിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അതിന്റെ സ്വാധീനം പരിമിതമായിരിക്കുന്നുവെന്നാണ് കണക്കുകൂട്ടൽ. കേരളത്തിൽ അതിന്റെ ഫലമായി ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ ശക്തമായ മഴയും ലഭിക്കും. എന്നാൽ സംസ്ഥാനമൊട്ടാകെ തുടർച്ചയായ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ചില സമയങ്ങളിൽ മഴയുടെ ശക്തി കുറയുന്ന ഘട്ടത്തെ ബ്രേക്ക് മൺസൂൺ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ മഴ പ്രധാനമായും ഹിമാലയൻ മേഖലകളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമായിരിക്കും പെയ്യുക. കേരളം ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ മഴ ഗണ്യമായി കുറയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കർക്കിടകത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ കാലാവസ്ഥ മുഴുവൻ സമയത്തും വിലയിരുത്താൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം. ജൂലൈ രണ്ടാം പകുതിയിൽ ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിലും പുതിയ ന്യൂനമർദ്ദങ്ങളും മൺസൂൺ കാറ്റിന്റെ ശക്തി വർദ്ധിക്കുന്ന സാഹചര്യങ്ങളും രൂപപ്പെട്ടാൽ മഴ വീണ്ടും സജീവമാകാനും സാധ്യതയുണ്ട്. അതിനാൽ കർക്കിടകത്തിന്റെ തുടക്കം ചൂടാണെങ്കിലും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.